ഒരു മനുഷ്യന് 15 വർഷത്തോളം ഗൾഫിൽ വന്നിട്ട് ഒരു കഫ്തീരിയയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. ഞാനൊക്കെ സ്റ്റാർട്ടിങ് വന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ ഒരു 2 വർഷം ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്നത് തന്നെ എനിക്കറിയാം എത്രത്തോളം കഷ്ടമുണ്ടെന്ന്. 10, 14, 15 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന കഫ്തീരിയ പോലത്തെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പോലത്തെ സ്ഥാപനങ്ങളിൽ 15 വർഷക്കാലം ഒരാൾ കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യം എന്തായിരിക്കും? അത്രത്തോളം കഷ്ടമായിരിക്കും. അല്ലാത്ത ഒരുത്തരും അത്രത്തോളം കഷ്ടപ്പെട്ട് നിൽക്കൂല. കാരണം ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയവർക്ക് അത് മനസ്സിലാവും. അപ്പം പറഞ്ഞു വരുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം കഫ്തീരിയയിൽ ജോലി ചെയ്യുന്ന ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ്. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊല ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ, നമ്മളൊക്കെ കേട്ടത് ബംഗാളികൾ, പാകിസ്ഥാനികൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ കേട്ട് പരിചയിച്ച കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള മലയാളികൾക്കിടയിൽ കേട്ടിട്ടാകുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടല്ലോ. ഷോക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല എന്നാണ്. കഫ്തീരിയയിലൊക്കെ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ പ്രത്യേകിച്ചിട്ട് എപ്പോഴും അവർക്ക് പ്രഷർ ഉണ്ടാവാറുണ്ട്. കാരണം ഒന്നാമത് ജോലി ഭാരം, അല്ലെങ്കിൽ ലീവില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. അത് അവർ തിരഞ്ഞെടുത്ത ജോലിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പ്രാപ്തരായിക്കൊണ്ട് മാത്രം ആ ജോലിയിലേക്ക് കയറണം. പ്രത്യേകിച്ചിട്ട് ഇവിടെ പറയാനുള്ളത്, 15 വർഷമല്ലോ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ ജോലിയോട് എനിക്കൊരു ഇതുണ്ടാവും. ഇല്ലാതെ വെറുതെ ഒരിക്കലും ആ ജോലി കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊലയിലേക്കൊക്കെ എത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. പ്രത്യേകിച്ചിട്ട് മലയാളികൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ലജ്ജാകരമാണ്. കാരണം നമ്മൾ അഭിമാനം ഊറ്റം കൊള്ളുന്ന മലയാളി എന്ന് ഇവിടെ ലോകം മൊത്തം അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ചിട്ട് മനുഷ്യത്വത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റ് എല്ലാ കാര്യത്തിലും എല്ലാത്തിനും മുന്നിലായ മലയാളികൾക്കിടയിൽ ഇത്തരം വാർത്തകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടമാണ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിക്കുക. അതിന് വേണ്ടിയിട്ട് തല്ലാക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ കൂടുതൽ നാളത്തേക്ക് അത് കൊണ്ടുപോയി പകയായി പിന്നീട് ഇത്തരം ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ അവിടുന്ന് ജോലി ആക്കി പോയാലും പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു കൊലപാതകത്തിലേക്കുള്ള നയിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല.